What's up, guys? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ക്രിസ്മസിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ അച്ചുള്ളത് കൊണ്ട് അച്ച് ഐസ്ക്രീം കണ്ടിട്ട് വിടണില്ല. അങ്ങനെ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊടുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ അച്ചു? അപ്പോൾ ഞങ്ങൾ പിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുകയാണ്. അപ്പം എങ്ങനെയാണ് പിട്ട് ഐസ്ക്രീം ഉണ്ടാക്കണതെന്ന് കണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അച്ഛൻ? അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ മൂപ്പര് അത് വേണം, അത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പിട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വീഡിയോസ്, പ്ലം കേക്ക്, അങ്ങനെ പിന്നെ അന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഇടണ്ടില്ല കണ്ണാ. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് പിട്ട് ഐസ്ക്രീം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കുറച്ച് കിസ്മിസ്, കാജു, വാൾനട്ട്, പിന്നെ അതുപോലെ പീച്ച്, പിന്നെ ചെറി, ഈ വേഫർ, ഇത് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഒപ്പം കിട്ടുന്നതാണ്. ഈ ഷീറ്റ് പോലത്തെ വേഫർ, ഈ ഷീറ്റ് ഇത് സാൻഡ്വിച്ച് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുമ്പോൾ അവർ എക്സ്ട്രാ തരുന്നതാണ്. അപ്പോൾ അതെടുത്ത് ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലക്സ് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വേണം. പിന്നെ പിട്ടും കുറ്റി ഒന്ന് നന്നായിട്ട് തണുപ്പിക്കണം. ഇതിപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഈ പിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഐസ്ക്രീം ഞാനൊരു 4-5 ഫ്ലേവർ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. വലിയ ബോക്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊക്കെ ഇത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സാൻഡ്വിച്ച് പോലത്തെ ഐസ്ക്രീമുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 5-6 ഫ്ലേവർ വാങ്ങിച്ചു. ഇനി നമ്മുടെ ഈ പിട്ടൻ കുറ്റി എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഈ വേഫർ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ എന്താ പറയുക ചെറി ഇട്ട് കൊടുത്ത്. ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളടുത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് എന്താ കയ്യിലുള്ള അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഐസ്ക്രീം ഇട്ട് കൊടുത്ത്, പിന്നെ ഓരോ ഐസ്ക്രീമുകളായിട്ട് സ്റ്റെപ്പ് അതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മുടെ ചെറിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ മേപ്പിട്ട് അലങ്കരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ലെയറായിട്ട് ആണ് നമ്മുടെ ഐസ്ക്രീം ഇട്ടുള്ളത്. ഇനി പ്ലേറ്റും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യേണ്ടത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിക്കുക. കാണാനൊരു ലുക്കൊക്കെ ഉണ്ടാവേണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ കിസ്മിസും കാജും, പിന്നെ നമ്മുടെ പീച്ച് ഡ്രൈ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ചെറിയും, പിന്നെ വേഫറും ബാക്കി ഉണ്ടായിരുന്ന ആ വേഫറും, അത് ഇങ്ങനെ ഐസ്ക്രീമിലിട്ട് ഞാൻ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വേഫർ എടുത്ത് ഞാൻ കോൺഫ്ലെക്സ് എടുക്കാണ്ട് ഈ വേഫർ തന്നെ എടുത്തത്. അത് ഈ ക്രഞ്ചിനെസ്സും ഐസ്ക്രീമും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനത്തെ എടുത്തത്. ഇതൊന്ന് പൊടിച്ചിട്ട് പ്ലേറ്റ് ഇങ്ങനെ വെതറി പല കളറാകുമ്പോൾ കാണാനും നല്ല ഭംഗിയല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അലങ്കരിക്കട്ടെ. ഇവിടെ തീരെ ക്ഷമയില്ല. വേഗം മതി, ഞങ്ങൾക്ക് വേഗം ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആച്ചു. അപ്പോൾ ഞാൻ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇതിൽ നിറച്ച് ഞാൻ ജസ്റ്റ് മെല്ലെ കുത്തി പിട്ടുകുറ്റി അത് കുറച്ച് നേരം ഇത് നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസറിൽ 5-8 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. എന്നാലേ നന്നായിട്ട് നമ്മുടെ പിട്ട് കുത്തിയ പോലെ വരുള്ളൂ. പക്ഷേ ഇത് ഇവർക്ക് ധൃതി ഉള്ളതുകൊണ്ട്, അവർക്ക് തീരെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതായപ്പോൾ മൈൽഡായിരിക്കണം ഐസ്ക്രീം.
എന്നാലും അതിൻ്റെ മീതെ ഒക്കെ ശരിയായിരിക്കണം, കുറച്ചിങ്ങനെ മൈൽഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മീതെ കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നേരത്തെ പറയാൻ മറന്നു. നിങ്ങളടുത്ത് ചോക്ലേറ്റ് സോസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. സിറപ്പാണ് നിങ്ങളടുത്തുണ്ടെങ്കിലും അതും ഒഴിച്ച് കൊടുക്കുക. അത് കാരമൽ സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കുക. നിങ്ങളടുത്ത് അതുപോലെ ആൽപ്പലിപ്പേഴ്സിൻ്റെ സോസ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചോക്ലേറ്റിൻ്റെയോ അതുപോലെ കാരമലിൻ്റെയോ ഏതാണ് ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഉള്ള കാരണം മക്കൾക്ക് ചോക്ലേറ്റും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫ്ലേവർ സോസ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ കാണാൻ ലുക്കും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. നല്ല അടിപൊളി കൂടി മിക്സാക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് മൈൽഡായി എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു.